ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല നാടൻ മീൻ പൊള്ളിച്ചത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആവോലി മീനാണ് എടുത്തിന്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഏത് മീനാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലത്തെ കുറച്ച് വലിയ സൈസിലുള്ള മീൻ വെച്ച് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പം ഞാൻ ഈ മീൻ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി വെച്ചിട്ട് കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മസാല റെഡിയാക്കാം. മസാലയിൽ വെള്ളം കൂടിപ്പോകാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ മസാല മീനിന് പിടിക്കാണ്ടായി പോകും. ഇനി ഈ മസാല നമ്മൾ ക്ലീനാക്കി വെച്ച മീനിൻ്റെ എല്ലാ ഭാഗത്തും പിടിപ്പിച്ചു കൊടുക്കാം. നമ്മൾ വരഞ്ഞു കൊടുത്തതിൻ്റെ ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കണം. ഇനി ഇത് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുമ്പോഴാണ് ഇതിന് നല്ല നാടൻ ടേസ്റ്റ് കിട്ടുക. ഇനി ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് 2 സൈഡും കുക്കാക്കിയെടുക്കാം. ടോട്ടൽ ഒരു 20 മിനിറ്റാണ് ഞാൻ ഇത് കുക്കാക്കിയെടുത്തിന്. ഇത് വലിയ മീനായതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തത്. ചെറിയ മീനാണെങ്കിൽ ഇതിലും കുറച്ച് ടൈമേ വേണ്ടൂ. അപ്പോൾ മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള സവാള, 3 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയെടുത്തത്, പിന്നെ ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളിയും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവാളക്ക് പകരം മുഴുവനായിട്ടും ചെറിയ ഉള്ളി തന്നെ എടുക്കാം. ഇനി നേരത്തെ മീൻ ഫ്രൈ ചെയ്ത് ആ പാനിൽ തന്നെ മസാല റെഡിയാക്കാം. മീൻ ഫ്രൈ ആക്കിയ എണ്ണയിലോട്ട് മുറിച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളിയും സവാളയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കണം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കുള്ള പൗഡേഴ്സ് എല്ലാം ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ മസാലയിൽ നന്നായിട്ട് കുക്കായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് വാഴയില കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ചെറിയ പീസ് വാഴയില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ കീറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഫ്രൈ ആക്കി കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച മസാല വെച്ച് കൊടുക്കുക. മസാല വെച്ച് കൊടുക്കുന്നതിന് കറക്റ്റ് അളവൊന്നുമില്ല. നമുക്കിപ്പോൾ എത്രയാണോ കഴിക്കാൻ ആവശ്യം അത്ര വെച്ച് കൊടുക്കുക. എന്നാൽ തീരെ കുറച്ച് വെക്കാനും പാടില്ല. ഈ ഒരു മസാല കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിൻ്റെ മേലെ ഫ്രൈ ആക്കി വെച്ച മീൻ വെച്ച് കൊടുക്കുക. പിന്നെ ബാക്കി മസാലയും കൂടി ആ മീനിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഫോൾഡ് ആക്കിയിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടിക്കൊടുക്കണം. മസാലയൊന്നും പുറത്താവാത്ത രീതിയിലാണ് ഇത് പൊതിഞ്ഞ് കെട്ടി വെക്കാൻ. ഇനി ഇത് നമുക്ക് പൊള്ളിച്ചെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ നമ്മൾ പൊതിഞ്ഞ് വെച്ച മീൻ പാനിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ പൊള്ളിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് 2 സൈഡും പൊള്ളിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ നാടൻ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. മീൻ്റെയും വാഴയിലിൻ്റെയും കറിവേപ്പിൻ്റെ എല്ലാം നല്ല സ്മെല്ലാണ്. നല്ല ചൂടുമുണ്ട്. അതുപോലെ തന്നെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുകയും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങളിത് കഴിച്ചു നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.